നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നലെ ഞാനൊരു റീൽസ് ഇട്ടിരുന്നു. കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻ ഉഡായിപ്പ് ടീം, അങ്ങനെ തന്നെ ഇതിൽ പറയേണ്ടത്. അതായത് വീടുകൾ നറുക്കെടുപ്പിലൂടെ കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കോൾ റെക്കോർഡാണ് ഇവിടെ പുറത്തു വിടാൻ പോകുന്നത്. അതിൽ പറയുന്ന വ്യക്തികളുടെ ഫോട്ടോസ് ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. ആ വ്യക്തികൾ മുൻപ് നടത്തിയ ഒരു നറുക്കെടുപ്പ് ഉണ്ട്, വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് നടത്തിയ നറുക്കെടുപ്പാണ്. അതിൽ അയാൾക്ക് സാമ്പത്തിക ബാധ്യത കൊണ്ടാണ് ആ നറുക്കെടുപ്പ് അങ്ങനെ നടത്തിയത് എന്നുമൊക്കെയാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി കോടികൾ ലാഭം കിട്ടിയത് അത് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. കാരണം അതിൽ അയാൾ പറഞ്ഞ ടിക്കറ്റ് ഒന്നുമല്ല വിറ്റിട്ടുള്ളത്, അതിനൊക്കെ മുകളിൽ ടിക്കറ്റ് വിറ്റുകൊണ്ട് ജനങ്ങളെ പച്ചക്ക് വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആ കോൾ റെക്കോർഡ് ഞാൻ പുറത്തു വിടാം. ഈ കോൾ റെക്കോർഡ് മറ്റാരുടേതുമല്ല. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കൊല്ലത്തിലെ ഷംനാദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീഡിയോയിലുള്ളത്, അല്ലെ? ഈ ഷംനാദ് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. കൊല്ലത്ത് ഇതുപോലെ വീട് നറുക്കെടുപ്പിലൂടെ, അതും ജെനുവിനായിട്ട് നറുക്കെടുപ്പ് നടത്തി കൊടുത്ത ഒരു വിഷയമാണ്. അതിന് സംശയമൊന്നുമില്ല. അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ജെനുവിൻ ആയിട്ടാണ് നറുക്കെടുപ്പ് നടത്തി കൊടുത്തിട്ടുള്ളത്. കാരണം അതിന്റെ ലൈവ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ട ആളാണ്. ജെനുവിൻ ആയിട്ട് മറ്റേ കറങ്ങുന്ന ഇതിലിട്ടുകൊണ്ടാണ് ഇവർ വീട് സ്ഥലം കൊടുത്തിട്ടുള്ളത്. ഇവരുടെ വീട് അടിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോടുള്ള ഒരു ടീമിനാണ്. ആ ടീമിന് പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കേട്ടിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. നമുക്ക് വഴിയെ അന്വേഷിക്കാം. അപ്പൊ എന്തായാലും ഈ ഷംനാദിന്റെ കോൾ റെക്കോർഡാണ് ഞാനിവിടെ പുറത്തു വിടുന്നത്. ഞാനും അവനുമായിട്ട് ഇന്നലെ സംസാരിച്ച കോൾ റെക്കോർഡ്. ഇത് അവന് നിഷേധിച്ചു കഴിഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് അവന് പോലും അറിയാതെ ഞാൻ എടുത്ത കോൾ റെക്കോർഡാണ്. കാരണം ഈ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ മുൻപിലേക്ക് വിടും എന്ന് പറഞ്ഞപ്പോൾ അവന് വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇതിലേക്കില്ല, ഇക്കിന്റെ പോയ പൈസ കിട്ടിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇവരുടെ തട്ടിപ്പിൽ ഇനി നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങൾ കുടുങ്ങാതിരിക്കുക. ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ആളാണ്, അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദിക്കാറില്ല. ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശബ്ദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വലുത് പൊതുജനമാണ്. പൊതുജനത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയും ചെയ്യും. എന്തായാലും നമുക്ക് ഷംനാദും ഞാനുമായി സംസാരിക്കുന്ന ആ കോൾ റെക്കോർഡുകൾ 1 by 1 ആയിട്ട് കേൾക്കുക, ഓരോരോ പീസായിട്ട് കേൾക്കുക. എന്നിട്ട് ഇതിൽ പറയുന്ന വ്യക്തികളെ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എന്തായാലും കേട്ടോക്കെ. ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാല്, കൊടകിൽ ഇപ്പൊ കുഞ്ഞാപ്പാണ്ടിക്കാട് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നാസറിന്റെ വിഷയങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പൊ ഞാൻ ചെറിയൊരു ന്യൂസ് അറിഞ്ഞു. നിങ്ങളിപ്പോ കൊല്ലത്ത് ആ ബെൻസിന്റെ നറുക്കെടുപ്പും വീടും നറുക്കെടുപ്പും എടുത്തു കൊടുത്തത് നിങ്ങളല്ലേ? എങ്ങനെയാണ്? ആ ബെൻസും വീടും ഒക്കെ നറുക്കെടുപ്പിൽ കൂടെ കൊടുത്തിരുന്നത് നിങ്ങളല്ലേ? അതെ. അപ്പൊ നിങ്ങള് കൊടകിൽ പോയിട്ട് ചെറിയൊരു ന്യൂസ് കിട്ടി. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ കൊടകിൽ പോയിട്ട് നിങ്ങൾ ഇവര് പൂട്ടിട്ടാണ്ട് തച്ചാണ്ട് 2 ലക്ഷം റുപ്യോളം വാങ്ങിച്ചു എന്നുള്ള ന്യൂസ് കിട്ടി. അതിലെന്താ സത്യാവസ്ഥ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സംഭവം ഉണ്ടായതാ? 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നമ്മള് ഇതിപ്പോ ആരാ നിങ്ങളടുത്ത് തരാ പറഞ്ഞേ? അപ്പൊ 2 അല്ല 3 ലക്ഷം രൂപ ഈ ഷംനാദിനെ കൊടകില് ഷംനാദ് കരീമിനെ കാണാൻ പോയ സമയത്ത് അവിടെ ഷംനാദിനെ കെട്ടിയിട്ട്, ഷംനാദിന്റെ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ആളുകളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ അവരെ കൂടെ കെട്ടിയിട്ട് കൊണ്ട് ഈ ഷംനാദിന്റെ കയ്യിൽ നിന്ന് കരീം, അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വീട് നറുക്കെടുപ്പിലൂടെ കൊടുത്ത ഒരു വ്യക്തിയാണ് കരീം. ഇതാണ് കരീം എന്ന് പറയുന്നത്. കടവിൽ കരീം, കൂർഗ് കരീം, അങ്ങനെയുള്ള പല പേരിലും ഈ കരീമിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ പറയുന്ന കരീമാണ് ഇതിന്റെ മെയിൻ പണിക്കാരന്. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കരീം, കടവിൽ കരീം എന്ന് പറയുന്ന ഈ കരീമാണ് എന്നുള്ളത് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ ഫുൾ കോൾ റെക്കോർഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഫുൾ കോൾ റെക്കോർഡ് A to Z ഞാനും ഷംനാദും സംസാരിക്കുന്ന ഫുൾ കോൾ റെക്കോർഡ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാം. ബാക്കി കാര്യം അപ്പോ ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചത്. അതായത് നിങ്ങളെ റൂമിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമ്മളെ കൂടെ റൂമിനകത്തിട്ട് കൂട്ടിയിട്ട് നമ്മുടെ ഇതിനകത്ത് വന്നുകൊണ്ടിരുന്ന ഫണ്ടുകൾ അവന്മാരെ വാട്സപ്പിന് ഗൂഗിൾ പേ നമ്പറുകൾ കൊടുത്തിട്ട് ഫണ്ട് അവന്മാരെ ഇതിലേക്ക് 3 ലക്ഷം രൂപയോളം 2 ദിവസം കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ അത് നാസറാണ് ചെയ്തിരുന്നത്? നാസർ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ അന്ന് റൂമിൽ പൂട്ടിയിട്ട്? ഈ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പേരറിയോ? നാസർ ഉണ്ടായിരുന്നു. നാസർ ഉണ്ടായിരുന്നു. ആ കൊടകിൽ വീഡിയോ ചെയ്ത നാസർ ഉണ്ടായിരുന്നേ? കൊടകിൽ വീഡിയോ ചെയ്ത് ഈ നാസർ അല്ല, ഇപ്പൊ ഈ വീഡിയോ കൊടുത്ത നാസർ അല്ല, വേറൊരു നാസറും പിന്നെ വേറെ കുറെ ടീമുകളുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അവരുടെ ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളെ കയ്യില്? എല്ലാ കുന്നും ഉണ്ട്. ഒന്ന് വാട്സപ്പ് ചെയ്യാൻ കഴിയോ? ഇല്ല അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ കേസ് കൊടുത്തിരുന്നോ? ഇല്ല നമ്മൾ അതിന്റെ പുറകെ വീണ്ടും അതൊക്കെ വലിയ ഇഷ്യൂകളിലോട്ട് പോകത്തേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതിനകത്ത്
കൂടുതൽ മുമ്പോട്ട് പോയില്ല. അതിന് വേറെ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മുമ്പോട്ട് വേറെ രീതിയിൽ അറ്റൻഡ് ചെയ്യും. അവര് ക്യാഷ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഒന്നുമല്ല. നിങ്ങൾ കിള്ളി അങ്ങനെ ഈ തുഴഞ്ഞെടുക്കാൻ നിൽക്കണ്ട. തുഴഞ്ഞെടുക്കേണ്ടടുത്ത് നമ്മൾ തുഴഞ്ഞെന്നെ എടുക്കണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളതാണ്, സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഞാൻ എന്ത് ചെയ്യലുണ്ട്, പല ഉടായ്പകളും ഞാൻ കാണിക്കലുണ്ട്. അത് എന്ത് അറിയോ, സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാളെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലേക്ക് സംസാരിക്കേണ്ടി വന്ന്, പല രീതിയിൽ അറിഞ്ഞാൽ പല രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇയാളോട് ഇയാളുടെ കോളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡാണെന്ന് ഞാൻ പറഞ്ഞ്, റെക്കോർഡ് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ പബ്ലിഷ് ചെയ്യും. കാരണം എന്താ അറിയോ, പൊതുജനങ്ങളാണ് വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിത് പബ്ലിഷ് ചെയ്യല്ലാതെ വേറെ നിവർത്തില്ല. ഇവനക്ക് ഒരാൾക്കും വേണ്ടിയിട്ട് മാത്രം, ഇവനെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ റെക്കോർഡ് പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന പരിപാടിയും എന്റെ കയ്യിലില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് പൊതുജനാണ്. പൊതുജനം വഞ്ചിതരാകരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും ഇങ്ങനത്തെ പ്രോഗ്രാമുകളായിരിക്കും. അതിലൊരു സംശയം വേണ്ട. എന്തായാലും ബാക്കി കൂടി ഞാൻ എന്തായാലും ഇത് ന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നതിനോട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇയാളല്ല, ഈ ഇങ്ങേരല്ല. ഇവരുടെ ടീമിനല്ലേ, ഈ നാസറിന്റെ ടീമിനെ വിളിച്ചോട്ട് വരുത്തി. അത് തന്നെ, ഇതെല്ലാം ഒറ്റ ടീമാ. മറ്റേ ഈ ആദ്യത്തെ ഫസ്റ്റ് ചെയ്തതും കരീമിന്റെ ടീമാണ് ഇതെല്ലാം. ഇതെല്ലാം കരീമിന്റെ ടീമാണ്. എല്ലാം കരീമിന്റെ ടീമാ. യെസ്, ഇപ്പൊ മനസ്സിലായിലേക്ക്. ഷംനാഥനെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതൊക്കെ കരീമിന്റെ ടീമാണ്. പിന്നെ ഇന്നലെ ഞാനിട്ട ആ വീഡിയോയില് റീൽസില് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് കുഞ്ഞാന് നറുക്കെടുത്ത ആ വീട്ടിലെ അതിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഒരാൾ നിൽക്കണ കണ്ടകള്, വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് ടിക്കറ്റൊക്കെ മേടിച്ചാണ്ട് ഓനാണ് വായിക്കുന്നത്, മെയിൻ ആളൊക്കെ ആയി നിൽക്കുന്നത്. അത് ആരാണെന്ന് കൂടെ നമുക്കൊന്ന് അറിയണം. ഈ കടവിൽ കരീമിന്റെ ആരാണ് ആ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണം. കാരണം കടവിൽ കരീം ഓന്റെ യൂട്യൂബ് ചാനലിൽ എന്തോ ഒരു വെളുപ്പിക്കൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവന് ഒരു നറുക്കെടുപ്പ് കാസർഗോഡ് കഴിഞ്ഞു, രണ്ടാമത്തതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. കാരണം ഒരാൾക്ക് പ്രാരാബ്ദം പ്രശ്നങ്ങളോ ആണെന്ന് വെച്ചെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അയാൾ അത് നിർത്തണം. അല്ലാതെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ്, പക്ക ഉടായ്പാണ്, തട്ടിപ്പാണ്. അതിലൊരു സംശയമല്ല. വല്ല സംശയം ഉണ്ടെങ്കിൽ പക്ക ഉടായ്പ. ബാക്കി കൂടി കരീമിന്റെ അളിയൻ ഒരു നാസറുണ്ട്. ആ നാസറാണ് നിസാർ. നാസറല്ല നിസാർ. ആ നിസാറൊക്കെ ഇതിനകത്ത് തൊട്ട് പേക്കിനകത്തുണ്ട്, വീഡിയോയിലുണ്ട്. അതേതാണ്, താടിക്കാരനാ അതോ മറ്റേ സ്കെൽറ്റ് ആയിട്ടില്ല? ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഈ നാസറല്ല, ഈ നിസാർ. നിസാർ ആരാണ് അതൊന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ ആ വീഡിയോ അതിനകത്തുണ്ട്. അവനൊക്കെ അതിനകത്തുണ്ട്. അവനും ഇവരും ഒക്കെ കണക്റ്റഡ് ആണ്. ഈ പറയുന്ന എന്താണ് കരീമിന്റെ ടീമാണ്. കരീം, നിസാറി എന്നറിയപ്പെടുന്ന നിഷു, നാസർ. ഈ നിസാറി എന്നറിയപ്പെടുന്ന നിഷു കരീമിന്റെ അളിയനാണ്. സുഹൃത്തുക്കളെ, ആണ്. ഈ നറുക്കെടുപ്പ് നടക്കുന്ന, കൊടകിൽ നറുക്കെടുപ്പ് നടക്കുന്ന ആ വേദിയിൽ നിൽക്കുന്ന, ആ കൂപ്പൺ എടുത്ത് വായിക്കുന്ന കുഞ്ഞാന്റെ കൂടെ നിൽക്കുന്ന ഈ നിഷു എന്നറിയപ്പെടുന്ന നിസാറ് കരീമിന്റെ അളിയനാണ്. ഇതിൽ കൂടുതൽ ഈ നറുക്കെടുപ്പുമായിട്ട് കരീമിന് ബന്ധമുണ്ടോ അല്ലേ എന്നുള്ളത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരുമെന്ന് വേണ്ടല്ലോ. പിന്നെ അളിയൻ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, അത് അളിയനല്ല, എൻ്റെ വകയിലൊരു അളിയനാണ്, ഞാൻ ഓനായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ ഈ നറുക്കെടുപ്പുമായിട്ട് കരീമിന് ബന്ധം ഉണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ ഞാൻ തെളിയിച്ചാറുണ്ട്. കരീം വന്ന് നിഷേധിക്കുകയാണെന്നുവെച്ചെങ്കിൽ അതിനുള്ള സാധനം ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്. ഷംനാഥല്ലേ പുറത്ത് വരാനും, ഷംനാഥ് ഇത് പറയാൻ പേടിക്കല്ലേ, ഭയപ്പെടല്ലേ? ഓനെ ഭയപ്പെടുത്തി നിർത്തിക്കാണ് നിങ്ങൾ. കാരണം ഓനെ റൂമിലിട്ട് തച്ച് ശരിയാക്കിക്കാണ്ട് ഓൻ്റെ കയ്യിൽ നിന്ന് പൈസയും പിടിച്ചെടുത്ത ആളുകളാണ് ഈ കരീമും മറ്റുള്ള ആളുകളും അല്ലേ. ബാക്കി ഉണ്ണി കേക്കിയും കുഞ്ഞാന്റെ കൂടെ പറയാൻ പറ്റില്ല. എന്തൊരു KKC എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ എണ്ണം നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ വേറൊരു ലക്കീഡർ നടത്തുന്നുണ്ടല്ലോ അയാള് ഇവിടെ. എവിടെയും കണ്ട ഒരു വീട് വെച്ചിട്ട് മലപ്പുറം ഇപ്പൊ എവിടെയും കണ്ടൊരു വലിയൊരു 3 കോടി രൂപ വീടും കണ്ട് വെച്ചിട്ട് അയാൾ ഒരു KKC എന്ന് പറഞ്ഞിട്ട് ഒരു തേയില ബ്രാൻഡ് വെച്ചിട്ട്. യെസ്, അതെ, നിങ്ങൾക്ക് മനസ്സിലായോ? വയനാട് പനമരത്ത് ഇപ്പൊ ഒരു തേയിലന്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ തേയിലന്റെ ഫാക്ടറി, തേയില കമ്പനി ആര് തുടങ്ങിയതാണ്? മറ്റാരല്ല സുഹൃത്തുക്കളെ, പാപ്പരായും കൊണ്ട് കടവും കള്ളിയും മൂലം സ്വന്തം വീട് നറുക്കെടുപ്പിൽ കൊടുക്കേണ്ടി വന്ന കടവിൽ കരീമിൻ്റെതാണ് ഈ KKC എന്ന് പറയുന്ന ഈ ചായപ്പൊടി കമ്പനി. ആ ചായപ്പൊടി കമ്പനിയാണ് ഇപ്പൊ സെയിൽ ചെയ്ത് കണ്ട് കരീം എന്ത് ചെയ്തിട്ടുള്ളത്, വയനാട് പനമരം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പനമരത്ത് എന്തായാലും ആ വീഡിയോ കണ്ടോക്കി, അപ്പൊ നിങ്ങൾക്ക് അറിയും എവിടെയാണ് സ്ഥലം എന്നുള്ളത്. ഉമ്മയും മോനും ചെയ്ത ആ വീഡിയോ കണ്ടോക്കി. 20 സെന്റ് സ്ഥലത്തിൽ 3500 സ്ക്വയർ ഫീറ്റ് വീട് ഈ ഒരു കോഫി പൗഡറിന്റെ പാക്ക് വാങ്ങിയാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? 1500 രൂപ കൊടുത്ത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ 2 കൂപ്പൺ കിട്ടും. വീട് മൊത്തമായിട്ടല്ലേ ഈ വീട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മാറ്റമുള്ളത്. ഈ ഫർണിച്ചർ അടക്കാട്ട് നിങ്ങൾക്ക് ഈ വീട് തരുന്ന ആൾക്കാരെയും കൂടി നമുക്ക് പരിചയപ്പെടുത്താലോ. നമ്മുടെ KKC ഗ്രൂപ്പിന്റെ സ്വന്തം നമ്മുടെ കരീംഖാനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സീസൺ 2 ആണ്. എന്റെ സ്വന്തം വീടാണ് ഞാൻ ചെയ്ത്. അത് നമ്മള് മലപ്പുറത്തേക്ക് പോയി. കാറ് കൊടുത്തിനത് കോഴിക്കോടേക്ക് പോയി. മൂപ്പരെ സ്വന്തം ഹെൽപ്പ് ചെയ്യാം. മൂപ്പരെ സ്വന്തം വീട് അത്യാവശ്യം മൂല്യമുള്ള വീടാണ്. കാരണം
അപ്പൊ മനസ്സിലായില്ലേ, ഇതിന്റെ പിന്നിലും കളിക്കുന്ന ആള് ആരാണ്? കരീം തന്നെയാണ് ഈ ലക്കി ഡ്രോയിൽ നടത്തുന്ന ആള്. അപ്പൊ ഇത് വയനാട് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചായപ്പൊടി കമ്പനിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഷംനാദ പറയുന്നത്. ഈ ചായപ്പൊടി വീഡിയോ ആണ് ഷംനാദ് പറയുന്നത്. ഷംനാദ് പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ കേൾക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അറിഞ്ഞൂടെ കൂർഗ്? കൂർഗില് മറ്റേ കരീം ഇവരൊക്കെ തേയിലന്റെ അത് തന്നെ കരീമിന്റെ അളിയനാണ് നമ്മളെ തേച്ചത്. നമ്മളെ പറ്റിച്ചതും നമ്മളെ കെട്ടിയിട്ട് നമ്മളെ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ കരീമിന്റെ അളിയനും തേച്ചുമാണ്. ആ കരീമിന്റെ അളിയനൊക്കെ ഇതിനകത്തുണ്ട്. കൂർഗ് കരീമിന്റെ അളിയനാണ് ഞാൻ ഈ പറഞ്ഞ നിഷു എന്നറിയപ്പെടുന്ന നിസാർ. ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തന്നെ ആ ആളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ടീമാണോ അല്ലേ എന്നുള്ളത് തലച്ചോറില്ല അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ബാക്കി കൂടി അപ്പോ അതും ഇതൊക്കെ ഒരേ ടീമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം ഒരു ടീമാണ്. അവരിപ്പോ അടുത്ത പരിപാടി വീണ്ടും അടുത്ത പണിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതിന്റെ പിറകെ ഒന്നും പോകുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നമ്മൾ പിന്നെ വേറെ 1000 കാര്യങ്ങൾ നമ്മളെടുത്ത് തലവെക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിന്റെ പുറകെ പോകണേ. കാരണം നമ്മള് ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് അതിന്റെ പുറകെ പോകണം. ഈ കക്ഷിയല്ല. പിന്നെ ഇത് ചെയ്തത് ഇപ്പൊ ആർക്ക് കണ്ടാലും മനസ്സിലാവൂല്ലോ അതൊക്കെ എന്താണെന്ന്. അത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവൂല്ലോ അതെന്താണെന്ന്. പിന്നെ കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ അത്. ഇപ്പൊ മൊത്തത്തിൽ വാർത്തയിലും അല്ലാതെ ആയിട്ട് മൊത്തത്തിൽ പബ്ലിഷ് ആയല്ലോ അത്. അപ്പൊ ഇത് തട്ടിപ്പാണെന്നുള്ളത് ഷംനാദും ഏകദേശം സമ്മതിച്ച മട്ടാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ പുറകിൽ കളിക്കുന്ന ആളുകള് കരീമും അതുപോലെ തന്നെ കരീമിന്റെ അളിയനും ഓൾ ഫാമിലി ഒന്നിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരു കാര്യമാണ്. ബാക്കി കാര്യം കൂടെ ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ഇതിപ്പോ ഇത്രയും പൈസ കളക്ട് ചെയ്ത ആളുകൾക്ക് എന്തുകൊണ്ട് അത് ജെനുവിനായിട്ട് പൈസ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണക്ക് ഈ കരീം ചെയ്തത് 2 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് കരീം ചെയ്തത് 70 എന്റെ തന്നെ 70,000 പുറത്തുള്ള ടിക്കറ്റ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അയാളെ 70,000 പുറത്ത് നമ്പർ വരുന്ന, അതായത് 7 കോടിക്ക് പുറത്ത് അയാള് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തിനാ നിങ്ങൾ എടുത്തത്? നമ്മൾ ഇതിനകത്ത് ടോക്കൺ എടുത്തായിരുന്നു. നമ്മളിതുപോലെ ഇതിനകത്ത് പങ്കെടുത്തത്. അതല്ലേ ഫസ്റ്റിൽ നടന്നത്. അപ്പോ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ പങ്കെടുത്തത്? അയ്യോ, അന്ന് നമുക്കിതൊന്നും അറിയില്ല. കരീമിന്റെ ആദ്യം നടത്തിയത്, അതായത് ഇവിടെ നമ്മളെ ഇന്ത്യക്കകത്ത് ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഈ കരീമാണ്. കൊടകില മൊത്തം ഈ കൊടകിലെ വീഡിയോയും മറ്റേ കൂർഗിലെ വീഡിയോയും ഇതൊക്കെ കരീമിന്റെ അണ്ടറിലാണ്. തന്നെ തേയില അവൻ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങി. തേയില കമ്പനി അവൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് അവന്റെ തേയില വെച്ചിട്ട് അവൻ ഇപ്പം 5000 ടോക്കൺ എന്ന് പറഞ്ഞാൽ അവൻ 50,000 ടോക്കൺ വിൽക്കും. ഈ പരിപാടി ഇങ്ങനെ ഈ രീതി. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൽ നടക്കുന്ന വൻ തട്ടിപ്പ്, വൻ ഉഡായിപ്പ് എന്ന് പറയുന്നത്. കാരണം ടിക്കറ്റ് വിൽക്കുന്നത് 2000 ടിക്കറ്റ് അല്ലെങ്കിൽ 20,000 ടിക്കറ്റ് 8,000 ടിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പച്ചക്ക് പറ്റിക്കാണ്. ഇവര് അടിച്ച ടിക്കറ്റുകൾ എത്രയോ ടിക്കറ്റുകൾ 10,000 കണക്കിന് ടിക്കറ്റുകളാണ് ഇവർ അടിക്കുന്നത്. അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയും. ഇതൊക്കെ കൊടുക്കുന്നത് ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നാസറിന്റെ കേസിൽ നാസറിന്റെ നാട്ടുകൂടെ നാസർ കൊടകിലെ വിഷയത്തിൽ നാസറിന്റെ നാട്ടുകൂടെ നാസർ ബുക്കുമായി ചെന്നുകൊണ്ട് ടിക്കറ്റ് വിറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ശരിയായിരിക്കാം. എങ്കിലും എന്തിന് ഇത്രത്തോളം ടിക്കറ്റുകൾ അടിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അല്ലെ, ഈ 70,000 ടിക്കറ്റോളം കൂർഗിലെ കരീം അടിച്ചിട്ടുണ്ട് എന്ന് 70,000 മുകളിലുള്ള ടിക്കറ്റാണ് ഈ പറയുന്ന ഷംനാദിന് കിട്ടിയിട്ടുള്ളത്. 70,000 നമ്പർ വരണമെന്നുണ്ടെങ്കിൽ ഈ 70,000 ടിക്കറ്റുകൾ അടിച്ചാൽ മാത്രമല്ല അതിന് നമ്പർ വരുള്ളൂ. എന്തായാലും അയാൾ പറയുന്നത് 20,000 ടിക്കറ്റ് വിൽക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 പ്ലസ് ഒരു 20,000 കൂടെ കൂട്ടിങ്ങൾ 20,000 പ്ലസ് 20,000 40,000 ആവുള്ളൂ. പിന്നെ എങ്ങനെ 70,000 ടിക്കറ്റ് എന്നുള്ള നമ്പർ വരുന്നത്? 70,000 മുകളിലുള്ള നമ്പർ എങ്ങനെ വരും? അപ്പൊ ഇനി പറയാൻ പോകുന്നത് അവരെന്തായിരിക്കും? ഞങ്ങൾ 50,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മളൊക്കെ വിശ്വസിച്ചുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ മെയിൻ സൂത്രധാരന്മാര് എന്ന് പറയുന്നത് കൂർഗിലെ കടവിൽ കരീമും ടീമുമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ വയനാട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നറുക്കെടുപ്പും ആ ഒരു ചായപ്പൊടി കച്ചവടവും അത് കരീമിന്റെ സ്വന്തമാണ് എന്നുള്ളത് ഷംനാദ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഷംനാദും പറയുന്നുണ്ട്, അതുപോലെ തന്നെ കരീമും സമ്മതിക്കുന്ന കേസുകളാണ്. ഇനിയിപ്പോ അതിലെന്തെങ്കിലും എതിർപ്പ് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ കൊണ്ടുവന്നേര് സകല സാധനം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കോൾ റെക്കോർഡ് പുറത്തു വിടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല അതങ്ങനല്ല ഇത് ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തെളിവുകൾ ഞാൻ തരാം. ഒരു പേടിയും പേടിക്കണ്ട, എന്റെ കയ്യിലുണ്ട് എല്ലാ സാധനങ്ങളും. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഈ പറയുന്ന വയനാട്ടിലെ കേസായി കഴിഞ്ഞാലും കടവിൽ കരീം അത് ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ അയാൾ അതിലെ സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഫസ്റ്റ് നടത്തിയത് തന്നെ ഉഡായിപ്പാണ് എന്നുള്ളത് ഷംനാദ് തന്നെ വളരെ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷംനാദ് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ ടിക്കറ്റിന്റെ ഇരട്ടി ടിക്കറ്റ് വിറ്റിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരാ വീടും സ്ഥലവും കാറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാല്
അത് അവർക്ക് ഡബിൾക്ക് ലാഭമുണ്ട്. പിന്നെ എന്തിനു ഇത് കൊടുക്കാതിരിക്കണം? അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റേ അതിന് തട്ടിപ്പ് നടന്നേനെ. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് കൊടകിലെ വിഷയം നടന്നതുപോലെ ഫസ്റ്റ് കാസർഗോഡും അത് നടന്നേനെ. പക്ഷെ കാസർഗോഡ് നടക്കാതിരിക്കാനുള്ള കാരണം ഓൽക്ക് ഒരു പ്രതീക്ഷിച്ചതിന്റെ ഡബിൾ ടിക്കറ്റ് വിറ്റും പോയി, ഡബിൾക്ക് ഡബിൾ ലാഭവും കിട്ടി. പക്ഷെ ഇവിടെ കൊടകിലെ വിഷയം എന്ന് പറയുന്നത് നാസർക്കാർക്ക് ടിക്കറ്റുകൾ കുറച്ചേ വിറ്റ് പോയിട്ടുള്ളൂ. അവിടെ ഉടായ്പ കാണിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. എന്നിട്ട് അതിൽ കരീമിന് പങ്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരീം വരുന്നത് എന്നുണ്ടെങ്കിൽ കരീമെ സ്വന്തം അളിയനാണ് അതിൽ നിൽക്കുന്നത്. ഈ അളിയൻ ഈ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്ത ആള് കരീം അല്ലാതെ മറ്റാരും ആവില്ലല്ലോ. ഈ അതിനനക്ക് പങ്കില്ല എന്ന് ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് ഞാൻ തരാം കരീമേ. എനിക്ക് നാസറുമായിട്ട് ബന്ധമുണ്ടോ, നാസറിന്റെ വീഡിയോ ഈ കണ്ടിട്ടുണ്ടോ, അതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ തരാം തെളിവേ. എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? സകല സാധനം ഉണ്ട് കരീമേ. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഈ കരീം നടത്തുന്ന ഈ വയനാട്ടിലെ കേസും ഉടായിപ്പാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വയനാട് ഈ നടത്തുന്ന ആ ചായപ്പൊടി ബിസിനസ് അത് എന്താണ് ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവനൊക്കെ ചെയ്യുന്ന ഈ ഒരു വീഡിയോകളിലൂടെ നറുക്കെടുപ്പ് ടിക്കറ്റുകൾ എടുക്കാതിരിക്കുക. ഞാൻ ചെയ്ത ഒരു വീടിന്റെ കേസ് ഉണ്ട്, അത് ജെനുവിൻ കേസാണ്. അതിന് നിങ്ങൾക്ക് മുൻപിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കി തരുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റു വിഷയങ്ങളുമായിട്ട്.